മറ്റ് സംസ്ഥാനങ്ങളിൽ ജാതി പരസ്യമായി പ്രകടമാക്കുമ്പോൾ കേരളത്തിൽ ജാതി പൊതിഞ്ഞുപിടിച്ചു കൊണ്ടാടപ്പെടുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ്. ക്യാമ്പസുകളിലെ ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ നയിക്കുന്ന സമരജാഥയ്ക്ക് ഈരാറ്റുപേട്ടയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് യാസീൻ അധ്യക്ഷത വഹിച്ചു. ഫ്രറ്റേണിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കൊടി മുഖ്യപ്രഭാഷണം നടത്തി. ആഷിഖ് ടി.എം, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ.എം. സാദിഖ്, മുനിസിപ്പൽ പ്രസിഡന്റ് വി.എ. ഹസീബ്, ഷിയാസ് എന്നിവർ സംസാരിച്ചു. നയീം ഗഫൂർ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. ഫാറൂഖ് മുഹമ്മദ് സ്വാഗതവും സമീർ നന്ദിയും പറഞ്ഞു. അതിശക്തമായി ഭീഷണിപ്പെടുത്തുന്ന, ടോർച്ചർ ചെയ്യുന്നതിൽ SFI അടക്കമുള്ള ഇവിടുത്തെ ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊരു സാമൂഹ്യ സാഹചര്യത്തിലാണ് കലാലയങ്ങളിലെ ക്യാമ്പസുകളിലെ ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫ്രറ്റേണിറ്റി ഇങ്ങനൊരു സമരജാഥ നടത്തുന്നത്. രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെമ്പാടും ഉയർന്നിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരാവശ്യമാണ് ക്യാമ്പസുകളിൽ രോഹിത് വെമുല ആക്ട് എന്ന പേരിൽ വംശീയത തടയുന്ന ഒരു നിയമം കൊണ്ടുവരണമെന്ന്. നമ്മുടെ രാജ്യത്ത് അത്തരം നിയമനിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടന്നുവെങ്കിലും അതെങ്ങും വിജയിച്ചിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കർണാടകയിൽ മാത്രമാണ് ഇപ്പോൾ അത്തരത്തിലൊരു നിയമം ഉണ്ടായി വന്നിട്ടുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ജാതീയ വിവേചനം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മറുവശത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംഘടനാ ഫാസിസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള സാമൂഹ്യ സംഘർഷങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള കേരളത്തിലാണ് ജാതീയ വംശീയ വിവേചനങ്ങൾക്കെതിരെ നിയമം നിർമ്മിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയല്ലാത്ത മറ്റാരെയും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ക്യാമ്പസുകൾ കേരളത്തിലെമ്പാടുമുണ്ട്. ആ സൈക്കിൾ ചെയിനും വടിവാളും മറ്റ് തരത്തിലുള്ള ആയുധങ്ങളുമായി എതിരാശയത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുക എന്നതാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രാദേശിക ക്യാമ്പസുകളിലെ നേതാക്കളുടെ ഹോബി. അതിന് പിന്തുണയുമായി ഒരുപക്ഷെ ആ വിദ്യാർത്ഥി സംഘടന, അവിടുത്തെ അധ്യാപകരായ ഇടതു സംഘടനാ നേതാക്കൾ, അവിടുത്തെ ജീവനക്കാരായ ഇടതു സംഘടനാ നേതാക്കളുണ്ട്. കഴിഞ്ഞ 10 വർഷം അതിന്റെ ആഘോഷമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പറയുന്നത് ഇവിടുത്തെ എല്ലാം ചില ആളുകൾ കൊണ്ടുപോകുന്നു. സംവരണത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം പട്ടികജാതിക്കാർ കൊണ്ടുപോകുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം പിന്നോക്ക വിഭാഗങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം നമ്മുടെ രാജ്യത്ത് എമ്പാടും ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റകൾ പരിശോധിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്തെങ്കിലും കണക്കെടുപ്പിന്റെ പുറത്താണോ ഓരോരോ സമുദായ നേതാക്കൾ വന്ന് അവരുടെ വായിൽ തോന്നിയ തരത്തിലുള്ള വിദ്വേഷങ്ങൾ വമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്? ഒരു കണക്കിന്റെയും ഒരു തത്വത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. നമ്മുടെ രാജ്യത്തെ ദംശനങ്ങളെ കുറിച്ച്, ക്യാമ്പസിലെ അക്രമങ്ങളെ കുറിച്ച്, ക്യാമ്പസിലെ അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ജാതീയതകളെ കുറിച്ച്, റാഗിങ്ങുകളെ കുറിച്ച്, അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാതീയ പീഡനങ്ങളെ കുറിച്ച് ഒന്നും ഒരക്ഷരം മിണ്ടാതെ അതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ അത്തരം ഒരു കാര്യം ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ എഴുതി വിടുകയാണ് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ. UDF ആകട്ടെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമ്പസിലെ ജാതീയ വംശീയ വിവേചനങ്ങൾക്കെതിരെയുള്ള 2 കാര്യങ്ങളാണ് UDFന്റെ പ്രകടന പത്രികയിൽ അത്തരം കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. അതിലൊന്ന് ക്യാമ്പസിലെ ജാതീയ വംശീയ വിവേചനങ്ങൾക്കെതിരെ നിയമം നിർമ്മിക്കുമെന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം വിദ്വേഷ പ്രചരണം നടത്തുന്നവരെ അവർക്കെതിരെയുള്ള നിയമം നിർമ്മിക്കും എന്നതാണ്. അതിന്റെ സ്വരത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടിയ ഗുണഫലം കേരളത്തിന് മുമ്പിൽ നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളുടെ ഫലമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വേഗം തന്നെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഇത്തരമൊരു നിയമം നിർമ്മിക്കുകയും വരുന്ന അക്കാഡമിക് ഇയറിൽ തന്നെ ഈ നിയമം നടപ്പിലാക്കുന്ന സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഒരുക്കുകയും ചെയ്യണമെന്ന് ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സമരജാഥ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നിൽ
നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവർ വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും നിലവിലെ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഈ ഒരു സമരജാഥയുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തുടനീളം വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ, ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളിൽ, കേന്ദ്ര സർവകലാശാലകളിൽ, IIT-കളിൽ, IIM-കളിൽ, NIT-കളിൽ തുടങ്ങി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ 2019 മുതൽ 2021 വരെയുള്ള കാലയളവിൽ മാത്രം 85ഓളം വിദ്യാർത്ഥികളാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്ന് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേവലം 2 വർഷം കൊണ്ട് 2019-ന്റെയും 2021-ന്റെയും ഇടയിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന, നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെയും വലിയ സ്വപ്നങ്ങളുമായിട്ട് പഠിക്കാൻ പോകുന്ന ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളിൽ നിന്ന് മാത്രം 85ഓളം വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ജീവൻ നഷ്ടപ്പെട്ട 85 വിദ്യാർത്ഥികളും നമുക്ക് കാണുവാൻ കഴിയും രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നുള്ള, സാമൂഹിക ജനവിഭാഗങ്ങളിൽ നിന്നുള്ള, ദലിത്, ആദിവാസി, മുസ്ലിം, മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായിട്ട്, വലിയ പ്രതീക്ഷകളുമായിട്ട് ക്യാമ്പസുകളിലേക്ക്, കോളേജുകളിലേക്ക്, യൂണിവേഴ്സിറ്റികളിലേക്ക് കയറി ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ജീവൻ അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ജാതീയ വംശീയ ബോധ്യം എന്ന് പറയുന്നത്. അത് രോഹിത് വെമുലയെ ഇല്ലാതാക്കിയ ജാതീയ ബോധമാണ്. ഫാത്തിമ ലത്തീഫിന് ചെന്നൈ IIT-യിൽ നിന്നും സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്ന വംശീയ ബോധ്യമാണ്. ഇങ്ങ് കേരളത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നിന്നും നിതിൻ രാജിന് ജീവൻ തന്നെയും അവസാനിപ്പിക്കേണ്ടി വന്നതും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന, ഈ നാട്ടിൽ നിലനിൽക്കുന്ന ജാതീയ വംശീയ ബോധമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയാണ് ഈ തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളിലെ അധികാരികൾ, അവിടെയുള്ള അധ്യാപകർ, അവിടെയുള്ള VC-മാരൊക്കെ തന്നെയും കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തികഞ്ഞ വംശീയ മുൻവിധിയോടുകൂടി, തികഞ്ഞ ജാതീയ ബോധത്തോടുകൂടി, വംശീയതയോടുകൂടിയിട്ടാണ് ഈ വിദ്യാർത്ഥികളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അധികാരികളും സവർണ വംശീയ ബോധ്യവും ചേർന്ന് അവരോടുള്ള തികഞ്ഞ വംശീയ മുൻവിധിയോടുകൂടിയിട്ടുള്ള പെരുമാറ്റത്തിന്റെ പുറത്താണ് രോഹിത് വെമുലക്കും ഫാത്തിമ ലത്തീഫിനും നിതിൻ രാജിനുമെല്ലാം ഈ ലോകത്ത് നിന്നും വിട പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാരണമാണ് ഇല്ലാതാവേണ്ടത്. അതിങ്ങനെ കേവലമായ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെതിരെ നടപടിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നിയമനിർമ്മാണം അനിവാര്യമാണ് എന്നുള്ളതാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട്, അധികാരികളോട് പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ട് ഈ ജാഥകങ്ങൾക്ക് കേരളത്തിന്റെ തെരുവീതികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു എന്നത് എനിക്ക് മുമ്പേ സംസാരിച്ചവർ വിശദീകരിച്ചു പറഞ്ഞതാണ്. കേരളത്തിന്റെ ക്യാമ്പസുകൾ, കേരളത്തിന്റെ കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥിയുടെ മതം കാരണം, ജാതി കാരണം, പിറന്നിരിക്കുന്ന മതം കാരണമെല്ലാം വലിയ സ്വഭാവത്തിൽ വിദ്വേഷം നൽകുന്ന, വലിയ സ്വഭാവത്തിൽ പീഡനം നൽകുന്ന ഇടങ്ങളാണ് എന്ന് നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദിവാസിയായ ഒരു പെൺകുട്ടി ഒരു പേപ്പർ അവതരിപ്പിക്കുമ്പോൾ, ഒരു വിജ്ഞാനം അവതരിപ്പിക്കുമ്പോൾ ആ വിജ്ഞാനത്തിൽ അധിക സംശയമാണ്. ആളുകളുടെ ചിലരുടെയൊക്കെ അവതരിപ്പിക്കുന്ന പേപ്പറിൽ 20 മിനിറ്റ് കൊണ്ട് വൈവേ, ചോദ്യോത്തരം, സംശയങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിലെ ഒരു ആദിവാസി പെൺകുട്ടിയുടെ വൈവയിൽ, ഗവേഷണത്തിൽ അവരവതരിപ്പിക്കുന്ന പേപ്പറിന്റെ സംശയം എന്തുകൊണ്ടാണ് 2 മണിക്കൂറിൽ തീരാത്തത്? അവരുൽപാദിപ്പിക്കുന്ന അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും സംശയം 2 മണിക്കൂറിൽ അവരുടെ തന്നെ ഗവേഷണത്തിന്റെ പ്രൊഫസർമാർക്ക് തീരാത്തിടത്താണ് ജെയിൻസിയുടെ ഗവേഷണകാലം 5 വർഷവും 6 വർഷവും
7 വർഷവും കഴിഞ്ഞ് 9 വർഷവും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംശയങ്ങളുണ്ടല്ലോ, ചിലർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവിലും വിജ്ഞാനത്തിലും തോന്നുന്ന അധിക സംശയം, ആ അധിക സംശയത്തിന്റെ കൂടി പേരാണ് ജാതി വിവേചനമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. ഈ വംശീയമായ ജാതീയമായ പീഡനങ്ങളെ പ്രഹരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ മാത്രമാണ്. ഏറ്റവും അവസാനം നിതിൻ രാജിന്റെ വാർത്ത വന്നല്ലോ, കേരളം അങ്ങ് ഞെട്ടിപ്പോയി. എന്നാണ് നിതിൻ രാജിന്റെ മാതാപിതാക്കൾ ഈ സമൂഹത്തോട് പറഞ്ഞത്. ഒരു വിദ്യാർത്ഥി, നിതിൻ രാജിനെ പോലെയുള്ള വിദ്യാർത്ഥി അവിടെ അഡ്മിഷൻ എടുത്ത് പഠിക്കാനെത്തുമ്പോ അവരുടെ അധ്യാപകൻ ആദ്യം അന്വേഷിക്കുന്ന ചോദ്യം രക്ഷിതാവിന്റെ ജോലി എന്താണ് എന്നതാണ്. രക്ഷിതാവിന്റെ ജോലി അന്വേഷിക്കുന്നത് കേവലമായ അന്വേഷണമല്ല, രക്ഷിതാവിന്റെ ജോലിയിൽ നിന്ന് പിറന്നു വീഴുന്ന ജാതിയിലേക്ക് കണക്ഷൻ മറക്കാൻ പറ്റുന്ന ഒരു ബോധ്യസങ്കല്പമുണ്ട്. ആ ബോധ്യസങ്കല്പത്തിലേക്കുള്ള അന്വേഷണമാണ് രക്ഷിതാവിന്റെ ജോലി അന്വേഷിക്കുന്നത്. രക്ഷിതാവിന്റെ ജോലി അന്വേഷിച്ചു കഴിഞ്ഞ ശരീരത്തിന്റെ നിറം നോക്കി ആക്ഷേപിക്കുകയാണ്. ചിലരോടൊക്കെ അധ്യാപകൻ പറയുന്നത് നീയൊക്കെ എന്തിന് ഡോക്ടറാകാൻ വന്നു എന്നാണ്. ശരീരത്തിന്റെ നിറം നോക്കി ചില വിദ്യാർത്ഥികളെ ബ്ലാക്ക് ടീ എന്ന് വിളിക്കുകയാണ്, ചിലരെ കോക്രോച്ച് എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിക്ക് താൻ പഠിപ്പിക്കുന്ന അധ്യാപകര്, പ്രൊഫസർക്ക് താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി കോക്രോച്ച് എന്നും ബ്ലാക്ക് ടീ എന്നും അങ്ങനെ കറുത്തവനെന്നും നീയൊന്നും പഠിക്കേണ്ടുന്നവരല്ല എന്നും ആക്രോശിക്കാൻ സാധിക്കുന്നത്? ആ ആക്രോശിക്കാൻ സാധിക്കുന്ന ബോധ്യത്തിനെയും പ്രിവിലേജിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ജാതി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം,